ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം ദുഷ്ടതകളെയും ദുരാചാരങ്ങളെയും ദേവി ഇല്ലാതാക്കുന്നു. ദുഷ്ടതകളെയും ദുരാചാരങ്ങളെയും ഇല്ലാതാക്കുന്നു. ആഭിചാരങ്ങളും ദുഷ്ടപ്രവർത്തികളും ശത്രുക്കൾ ചെയ്തെന്ന് വരും ഇല്ലേ? ശത്രുക്കൾ ഈ ആഭിചാരദോഷം പലർക്കും ഉണ്ടാവും. അതായത് ശത്രുക്കൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ ആഭിചാരം. അതൊരു ഭാഗമാണ്. അപ്പം ദുഷ്ടപ്രവർത്തികളൊക്കെയാണ് ഈ ആഭിചാരം വഴി ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ശത്രുക്കളാണ്. അതിനായി ചില ആളുകളുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കാശ് വാങ്ങി നീചപ്രവർത്തികൾ ചെയ്യുന്നവർ ആഭിചാര പ്രവർത്തികൾ ഒരുവനിൽ ചെയ്യും. അവർക്ക് കാശ് കിട്ടിയാൽ മതി ഇല്ലേ? ഒരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി വേറൊരുത്തൻ്റെ നിന്ന് കാശ് മേടിക്കും. ഇവനൊക്കെ അവൻ്റെ 7 തലമുറ അനുഭവിക്കും ഈ ചെയ്യുന്നവനൊക്കെ. കാര്യത്തിലൊരു സംശയമില്ല. ഒരിക്കൽ പോലും ഒരു ജ്യോത്സ്യനാണെങ്കിലും ഒരു പൂജാരിയാണെങ്കിലും ഒരു മന്ത്രസിദ്ധി ചെയ്യുന്നവനാണെങ്കിലും ഒരിക്കലും സത്യവും നീതിയും വെടിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ കാശിനിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവൻ്റെ 7 തലമുറ അനുഭവിക്കും. ഒരു സംശയമില്ല. മനസ്സിലായി? അപ്പം ദുഷ്ടത്തരത്തിനൊന്നും കൂട്ടുകയില്ല. കള്ളത്തരത്തിന് ജ്യോത്സ്യന്മാരും ശാന്തിമാരും പൂജാരിമാരൊന്നും കൂട്ടി നിൽക്കരുത്. ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. കാശിന് വേണ്ടി എന്തും ചെയ്യും. കാശ് കിട്ടിയാൽ മതി. പക്ഷേ ഉമ്മാരൊക്കെ അനുഭവിച്ചതിനെ പോകുള്ളൂ ഈ ഭൂമിയിൽ. കാര്യത്തിലൊരു സംശയമില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിലേക്കല്ലല്ല എൻ്റെ കാര്യം വരുന്നത്. ദുഷ്ടതകളും ദുരാചാരങ്ങളും ദേവിയെ ഇല്ലാതാക്കുന്നതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ ആഭിചാരം നിങ്ങൾക്ക് കേൾക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണേ? നിങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നാശനഷ്ടങ്ങളുണ്ടാവും. ജോലിയുള്ളവന് ചിലപ്പോൾ ജോലി പോയിന്ന് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് പോകാൻ തോന്നില്ല. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും. എപ്പോഴും നാശങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഈ ആഭിചാരങ്ങളൊക്കെ ഏറ്റാൽ ചില ആൾക്കാർക്ക് വന്നു ചേരുന്നത്. ഇങ്ങനെ ശത്രുദോഷമുണ്ടായാൽ ദേവിയെ പ്രാർത്ഥിക്കാം, ദേവപ്രീതി നേടാം. ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ദേവപ്രീതി നേടാം. ദേവി ദുഷ്ടതകളും ദുരാചാരങ്ങളും ഇല്ലാതാക്കും. ദേവി ദുഷ്ടതകളും ദുരാചാരങ്ങളും ഇല്ലാതാക്കും. ലളിത സഹസ്രനാമത്തിൽ 51-ാം ശ്ലോകത്തിലും 52-ാം ശ്ലോകത്തിലും ഇത് എടുത്തു പറയുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതേപോലെയുള്ള ദുരിതങ്ങളും ദുഷ്ടതകളും ദുരാചാരങ്ങളും ഏറ്റിട്ടുള്ളവർ ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ അവർക്കതിൽ നിന്ന് ഒരു മുക്തി കിട്ടും. അത് ലളിത സഹസ്രനാമത്തിൽ 51-ാം ശ്ലോകത്തിലും 52-ാം ശ്ലോകത്തിലും ഇത് എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധിക വർജിത സർവശക്തിമയി സർവമംഗളപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. ദുരാചാരശമനെ ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധിക വർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി എന്ന് ലളിത സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലളിതാംബികയെ ദേവിയെ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള ആ ദുരാചാരങ്ങളെയും ദുഷ്ടതകളെയും ദേവിയോട് ഏറ്റു പറയുക. ഞങ്ങളെ ഈ ദുഷ്ടതകളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി തരണേ എൻ്റെ ദേവി എന്ന് നല്ല പോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യാം. ദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യാം. അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിൽ യഥാസ്ഥിതി വഴിപാടും നടത്താം.
ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കേറ്റിട്ടുള്ള ദുഷ്ടതകളും ദുരാചാരങ്ങളും ദേവി ഇല്ലാതാക്കി തരും. എന്ത് പ്രാർത്ഥനയാണെങ്കിലും എന്തു വഴിപാടാണെങ്കിലും അത് യഥാശക്തി ആത്മാർത്ഥമായി ആത്മസമർപ്പണത്തോടെ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും, വഴിപാടിന് ഫലം ഉണ്ടാകും. ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം, തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും, ഒരു സംശയവും ഇല്ല. ഈ വിഷയം ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.